കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ തുടർഭരണം നേടുമെന്ന ധാരണയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണ പാർട്ടിക്ക് സംഭാവനകൾ നൽകുവാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും തയ്യാറാക്കും. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലിൽ നിൽക്കവേ BJPയുടെ പണപ്പെട്ടിയും നിറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴിയും വൻ തുകയാണ് BJP നേടിയെടുത്തത്. കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ നൽകാവുന്ന സംഭാവനയായ ഇലക്ടറൽ ബോണ്ടുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ കിട്ടിയത് ഭരണകക്ഷിയായ BJPക്കാണ്. 2022-2023 1300 കോടി രൂപയാണ് BJP സംഭാവനയായി പിരിച്ചത്. കോൺഗ്രസിന് കിട്ടിയതിൻ്റെ 7 ഇരട്ടി തുകയാണിത്. കോൺഗ്രസിന് സംഭാവന വൻതോതിൽ കുറയുകയും ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ടറൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2021-2022 വർഷത്തിൽ BJPക്ക് ലഭിച്ച മൊത്തം സംഭാവന 1775 കോടി രൂപയായിരുന്നു. അതേ വർഷത്തിൽ 1917 കോടി രൂപയായിരുന്ന പാർട്ടിയുടെ മൊത്ത വരുമാനം 2022-2023 2360.8 കോടി രൂപയായി. അതേസമയം 2021-2022 വർഷത്തിൽ 236 കോടി രൂപ ഇലക്ടറൽ ബോണ്ടുകളിൽ നിന്നും സമാഹരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ വർഷം കിട്ടിയത് 171 കോടി രൂപ മാത്രമാണ്. സമാജ്വാദി പാർട്ടിക്ക് 2022-2023 ബോണ്ടുകളിൽ സംഭാവന ലഭിച്ചില്ല. തെലുങ്കുദേശം പാർട്ടിക്ക് മുൻ വർഷത്തേക്കാൾ 10 ഇരട്ടി തുക കിട്ടി. 2021-2022 135 കോടി രൂപയാണ് BJPക്ക് നിക്ഷേപത്തിന് പലിശയായി ലഭിച്ചത്. കഴിഞ്ഞ വർഷം പലിശ 237 കോടി രൂപയായി ഉയർന്നു. വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഉപയോഗത്തിനായി BJP 78.2 കോടി രൂപ ചെലവഴിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാമ്പത്തിക സമാഹരണം ഊർജിതമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇതിന് പ്രധാന മാർഗമായി സ്വീകരിച്ചത് ഇലക്ടറൽ ബോണ്ടുകളാണ്. ഇലക്ടറൽ ബോണ്ട് പദ്ധതി പ്രകാരം സംഭാവന നൽകുന്നവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുകയില്ല. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കായി പണം നിക്ഷേപിക്കാമെന്നാണ് 1 കോടി രൂപയുടെ ഡിനോമിനേഷൻ ബോണ്ടിനുള്ള ആവശ്യം സൂചിപ്പിക്കുന്നത്. EB സ്കീമിലെ വ്യവസ്ഥകൾ അനുസരിച്ച് 1951 ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനസഭയിലേക്ക് പോൾ ചെയ്ത വോട്ടിന്റെ 1% കുറയാതെ വോട്ട് നേടുകയും ചെയ്ത പാർട്ടികൾ മാത്രമാണ് യോഗ്യത നേടുക. അതല്ലാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഇലക്ടറൽ ബോണ്ടുകൾ ലഭിക്കാൻ അർഹതയില്ല. ബോണ്ടുകൾക്ക് വഴിയൊരുക്കിയ ഫിനാൻസ് ആക്ട് 2017 വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത നിരവധി ഹർജികൾ ഇതിനകം തന്നെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ദാതാക്കളുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി വിറ്റതും എൻക്യാഷ് ചെയ്തതുമായ മൊത്തം EBകളുടെ എണ്ണവും EBകൾ എൻക്യാഷ് ചെയ്യാൻ യോഗ്യരായ പാർട്ടികളുടെ എണ്ണവും മാത്രമാണ് EB അധികാരമുള്ള SBI അടക്കമുള്ള ബാങ്കുകൾ നൽകുന്നത്. ഇലക്ടറൽ ബോണ്ടുകൾ ദാതാക്കൾ അജ്ഞാതമായാണ് വാങ്ങുന്നത്. ഇവ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 15 ദിവസത്തേക്ക് സാധുതയുള്ളതാണ്. ഒരു ബാങ്കിലെ അവരുടെ നിയുക്ത അക്കൗണ്ടിൽ നിക്ഷേപിച്ച് യോഗ്യരായ ഒരു കക്ഷിക്ക് മാത്രമേ ഇവ റിഡീം ചെയ്യാൻ കഴിയൂ. 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നിങ്ങനെയാണ് SBI ബോണ്ടുകൾ പുറത്തിറക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കൈകാര്യം ചെയ്യുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി കമ്മീഷൻ, പ്രിന്റിംഗ്, മറ്റു ചിലവുകൾ എന്നിവയ്ക്കായി 13.50 കോടി രൂപയാണ് ടാറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർക്കാരിൽ നിന്നും ഈടാക്കിയത്.